അസ്സലാമു അലൈക്കും. ഡി, ഈ എൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി വേണ്ടാത്ത വർത്താനൊക്കെ പറയാനുള്ള ധൈര്യക്കായോടെ എനിക്ക്. അവരെ വളർത്തുദോഷം കൊണ്ടില്ലടി, നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പറഞ്ഞ പൈസ കിട്ടിയിരിക്കണം. അതും ഈ എന്നെ എൻ്റെ വാപ്പാനോട് പറഞ്ഞ് വാങ്ങിത്തരണം. ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് എല്ലാം സെറ്റാക്കിക്കോ, കേട്ടോടി. കത്തുന്ന നോട്ടത്തോടെ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ടവൻ വെട്ടിത്തിരിഞ്ഞു നടന്നു. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സമത് പിന്നീട് തിരിച്ചെത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. വന്ന ഉടനെ അവൻ ഷാനിയെ തിരിഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സെക്കീന കാതും കൂർപ്പിച്ചിരിഞ്ഞു. ഡി, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു നീ? റൂമിലായിരുന്ന ഷാനിക്കടുത്തേക്ക് വന്നുകൊണ്ട് സമത് കടുപ്പത്തോടെ തന്നെ ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ബെഡിൽ നിന്ന് എണീറ്റ് നിന്നു. ചോദിച്ചത് കേട്ടില്ലേടി? ചോദിച്ചോന്ന്? അവൻ്റെ ശബ്ദം ആ റൂമിലാകെ മുഴങ്ങി. ഇല്ല, ഞാൻ ചോദിച്ചില്ല, ഇനി ചോദിക്കുകയില്ല. എന്തിൻ്റെ പേരിലാ ഞാൻ നിങ്ങൾക്ക് പൈസ തരാൻ പറയേണ്ടത്? തന്നത് മുഴുവൻ വിറ്റ് തീർത്തില്ലേ? ചോദിക്കുമ്പോൾ മാത്രം എടുത്തു തരാൻ മാത്രം വരുമാനമൊന്നും എൻ്റെ ഉപ്പാക്കില്ല. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പറയാൻ എനിക്ക് മനസ്സുമില്ല. അതിന് മാത്രം എന്ത് കടപ്പാട് സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് തോന്നേണ്ടത്? ഒന്നുമില്ല, ദ്രോഹങ്ങളല്ലാതെ വേറെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്നോട് അതിനെപ്പറ്റി പറയേ വേണ്ട. ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല, അതിനെ കൊന്നാലും ശരി. അവൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് വന്നു ചേർന്ന ധൈര്യത്തിൽ എന്തു നേരിടാൻ ഒരുക്കമായ മനസ്സോടെ അവൻ്റെ നേരെ അലറിക്കൊണ്ട് തന്നെ അവൾ പറയാനുള്ളത് പറഞ്ഞു നിർത്തി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ കരണം പുകച്ചൊരടി കിട്ടി അവൾ ബെഡിലേക്കായി വീഴുന്നത്. തല പൊളിയും പോലെ അത്രയും ശക്തിയിൽ കിട്ടിയ അടിയുടെ വേദനയിൽ നിൽക്കുമ്പോൾ തന്നെ മുടിക്കുത്തിൽ പിടിച്ചവൻ അവളെ എഴുന്നേൽപ്പിച്ചിരുന്നു. വേദന സഹിക്കാനാവാതെ അവളുടെ കണ്ണുകൾ പെയ്തൊഴുകി. മുടിയിൽ വീണ പിടുത്തം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാ തുറന്നൊന്നും മിണ്ടാൻ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഡി, എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഈ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെലക്കണത്? ഉമ്മ പറഞ്ഞ പോലെ പാവം നടിച്ചിട്ട് ഇപ്പം ശരിക്കുള്ള എൻ്റെ സ്വഭാവം കാട്ടി തുടങ്ങിയല്ലേടിയേ? എനിക്കിവിടെ എന്തിൻ്റെ കുറവാണെന്ന് നീ പറഞ്ഞത്? 3-4 നേരം വെട്ടി വിഴുങ്ങി സുഖിച്ച് ജീവിക്കുന്നില്ലേ? എന്നിട്ടിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ വയ്യല്ലേ? ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ച അതിനുള്ളിൽ പറഞ്ഞ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിലേ ഇപ്പോൾ കിട്ടിയതുപോലെ ഇനിയും കിട്ടും. അതിനെനിക്കൊരു മടിയുമില്ല. എല്ലാം തകർന്ന് നിൽക്കാൻ ഞാൻ. എനിക്കിനെ മേലും കീഴും നോക്കാനില്ല. മനസ്സിലായോടെ? ബെഡിലേക്ക് തന്നെ അവളെ പിടിച്ചു തള്ളിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയപ്പോൾ കിട്ടിയുടെ അടിയുടെ തളർച്ചയിൽ പൊട്ടിക്കരയാൻ പോലും ശേഷിയില്ലാതെ അവൾ അവിടെ ഇരുന്നു. ഈ നിമിഷമൊന്ന് മരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്ന് അവൾ അത്രയും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. കഷ്ടപ്പെടുത്താൻ മാത്രമായി തന്നെ ബാക്കി വെച്ച് തോർക്കവേ ദൈവത്തിനോട് പോലും അവൾക്ക് ദേഷ്യം തോന്നി. ഒപ്പം തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരോടും എല്ലാവരോടും അവൾക്കിപ്പോൾ ദേഷ്യമാണ്. ആ ദേഷ്യം ഇനി തീർക്കേണ്ടത് സ്വയം വേദനിച്ചു കൊണ്ടാവണമെന്നവൾ തീരുമാനിച്ചു. സമരന് മുന്നിൽ തോറ്റുകൊടുക്കാതെ അവൻ തരുന്ന ശിക്ഷ എന്താണെങ്കിലും വാങ്ങി അതെല്ലാം സ്വയം ഏറ്റുവാങ്ങി വേദന അനുഭവിച്ച് തീരണം ഈ ജന്മമെന്ന ഉറച്ച തീരുമാനത്തിലെത്തിയിരുന്നവൾ. ഈ സമയം പുറത്ത് മറഞ്ഞു നിന്ന് അവരുടെ വഴക്കൊക്കെ കേട്ട സെക്കീനയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അന്ന് രാത്രി സമ്മതം മൂക്കറ്റം കുടിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. സെക്കീനയാണ് അവന് വാതിൽ തുറന്നു കൊടുത്തത്. അവർ അവനെ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും അതൊന്നും ചെവി കൊള്ളാതെ അവൻ നേരെ റൂമിലേക്ക് പോയി. റൂമിൽ കയറിയപ്പോൾ തന്നെ ബെഡിൽ കിടക്കുന്ന ഷാനയെ കണ്ടു. അവനിൽ നിന്നുമുണ്ടായ ഉപദ്രവത്തിൻ്റെ വ്യാപ്തി കൊണ്ട് കിടന്ന കിടപ്പിൽ മയങ്ങിപ്പോയതാണവൾ. വിളിക്കാനോ ഭക്ഷണം കഴിപ്പിക്കാനോ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അത്രയും സമയം അവിടെ ക്ഷീണിച്ച് കിടന്നു. ഡേ, സമത് അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ഉച്ചത്തിൽ തന്നെ വിളിച്ചു. എന്നാൽ വിളി കേട്ടെങ്കിലും എഴുന്നേൽക്കാൻ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. തലക്ക് അനുഭവപ്പെടുന്ന ശക്തിയായ വേദനയിൽ കണ്ണുകൾ തുറക്കാൻ പോലും കഴിയാതെ അവൾ അങ്ങനെ തന്നെ കിടന്നു. ഡി പൊന്നാര മോളെ, ഈ ഇവിടെ സുഖിച്ച് കിടന്നുറങ്ങാണല്ലേ? എൻ്റെ ചിലവിൽ തിന്നു മുടിച്ച് എന്നെ ഒരാവശ്യത്തിന് സഹായിക്കാത്ത ഈയൊക്കെ എവിടുത്തെ ഭാര്യയാടി? നായിൻ്റെ മോളെ, നിൻ്റെ സുഖജീവിതം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ വഴിക്കേ നിന്നെ വരുത്തിക്കാൻ എനിക്കറിയാം. കാല് നിലത്തിറക്കാതെ ആടിക്കൊണ്ട് ബെഡിൽ കിടക്കുന്നവളെ നോക്കി കുഴഞ്ഞ ശബ്ദത്തിൽ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ
പിടിച്ച് തിരിച്ചു കിടത്തി അവളിലേക്കായി അവൻ്റെ ശരീരഭാഗം മൊത്തമായി നൽകുമ്പോൾ ഒന്ന് എതിർത്ത് പറയാനോ തള്ളി മാറ്റാനോ കഴിയാതെ അവൻ്റെ പിടുത്തത്തിൽ വാടിത്തളർന്നവൾ കിടന്നു. ഇതുവരെ കാണാത്ത പൈശാചികമായ മുഖത്തോടെ അവളിലേക്ക് അവൻ തൻ്റെ കാമവെറി തീർക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ എല്ലാം സഹിച്ചവൾ ചലനമറ്റപ്പോൾ കിടന്നതേയുള്ളൂ. അപ്പോഴും കഠിനമായ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഷാനി കണ്ണുകൾ തുറക്കുമ്പോൾ റൂമിലാകെ വെളിച്ചം പരന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ സമയം വൈകിയെന്നവൾക്ക് മനസ്സിലായി. തലക്കനുഭവപ്പെടുന്ന അസഹ്യമായ വേദനയും ഒപ്പം ശരീരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം അവളെ തളർത്തിക്കിടത്തി. എന്നാലും വളരെ പ്രയാസപ്പെട്ട് അവൾ എണീറ്റു. ശരീരത്തിൽ നിന്നും പുതപ്പ് വേർപ്പെടുത്തി. അർദ്ധനഗ്നമായിട്ടുള്ള അവളുടെ ശരീരം കണ്ടപ്പോൾ തലേന്നത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതോടെ ആദ്യമായി അവൾക്ക് അവളുടെ ശരീരത്തോട് തന്നെ അറപ്പ് തോന്നി. അവൻ തൊട്ട ഭാഗങ്ങളൊക്കെ പുഴുവരിക്കും പോലെ. അടുത്ത് കിടന്നുറങ്ങുന്നവനെ കാണുമ്പോൾ അവളുടെ ഉള്ളിൽ അങ്ങേയറ്റം വെറുപ്പ് നിറയുന്നുണ്ടായിരുന്നു. അവനോട് സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും തോന്നാത്ത വിധം പൂർണ്ണമായി വെറുത്തിരിക്കുന്നു. ബാത്റൂമിൽ തന്നെ കയറി ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ ആദ്യ സംഗമത്തിലെന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ മുകളിലായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം വീഴുമ്പോൾ അവൾക്ക് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. എല്ലാ വേദനകളും കൂടി മനസ്സിന് താങ്ങാനാകാതെ വന്നതും ഒരു പൊട്ടിക്കരിച്ചിലൂടെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. ചുട്ടുപൊള്ളുന്ന ശരീരത്തിലേക്ക് തണുത്ത വെള്ളം എത്ര ഒഴുകിയിറങ്ങിയിട്ടും അതവളുടെ ശരീരത്തെയോ മനസ്സിനെയോ തണുപ്പിക്കുന്നില്ലായിരുന്നു. എത്ര സമയം ഇങ്ങനെ ഇരുന്നുവെന്ന് അറിയില്ല. ഡോറിൽ ശക്തമായി മുട്ടുന്നതോടൊപ്പം സമതിൻ്റെ ശബ്ദം കൂടി ഉയർന്നതോടെ പെട്ടെന്ന് കുളിയും കഴിഞ്ഞവൾ പുറത്തേക്കിറങ്ങി. ബെഡിൽ ഫോണിൽ നോക്കിയിരിക്കുന്നവൻ്റെ നോട്ടം അവൾക്ക് നേരെ വരുന്നതറിഞ്ഞുവെങ്കിലും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും ക്ഷീണം കൊണ്ടവളുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. ആ എവിടെ തമ്പുരാട്ടി എഴുന്നേറ്റോ? എന്തിനാ എത്ര നേരത്തെ വന്നേ? കുറച്ചുകൂടി ഉറങ്ങാമായിരുന്നില്ലേ? ഉച്ചവിലാകുന്ന നേരത്തെ എഴുന്നേൽക്കുന്നേ. അതെങ്ങനെ? വീട്ടിലൊന്ന് മക്കളെ നല്ലതൊക്കെ പഠിപ്പിച്ചു വിടണം, എന്നാലേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. നേരം വെളുത്ത് ഇത്ര സമയമായിട്ടും ഈ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ഉള്ളവർക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാനേ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാണല്ലോ. സെക്കീന ഷാനിയെ കണ്ടപ്പോൾ തന്നെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നും വെളിച്ചം വീഴും മുന്നേ എഴുന്നേറ്റ് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാറുള്ളതാണ്. ഒരു ദിവസം നേരം വൈകിയപ്പോൾ അതെന്തുകൊണ്ടാവുമെന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ പതിവായി ചെയ്യുന്നത് പോലെ കുറ്റം പറയുന്നത്, അതും തൻ്റെ വീട്ടുകാരെയും ചേർത്തുകൊണ്ട് ഷാനി മനസ്സിൽ ചിന്തിക്കാതെ ഇല്ല. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ് ഞാൻ സമയം വൈകിയത് അറിഞ്ഞില്ല. പതിഞ്ഞ ശബ്ദത്തോടെ അവൾ അവരോടായി പറഞ്ഞു. അപ്പോഴാണ് സെക്കീന അവളുടെ മുഖത്ത് പതിഞ്ഞു കിടക്കുന്ന വിരൽപ്പാടുകൾ കാണുന്നത്. ആ കാഴ്ച അവരിൽ ആനന്ദം നിറയ്ക്കുകയാണ് ചെയ്തത്. ഓ പിന്നെ എൻ്റെ അടവൊന്നും ഇവിടെ എടുക്കണ്ടടി. ഓരോ കാരണങ്ങൾ പറഞ്ഞ് മേലെ നെങ്ങാതെ തിന്നാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ നടക്കില്ല. എന്തെങ്കിലും പറഞ്ഞാലേ എതിർത്ത് പറയാൻ നല്ല ആരോഗ്യമുണ്ടല്ലോ. എവിടെ പോയിട്ട് എൻ്റെ ഉഷിരൊക്കെ? ശവത്തിൽ കുത്തുന്നത് പോലെ വീണ്ടും വീണ്ടും അവർ അവൾക്ക് നേരെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഷാനി എല്ലാം കേട്ടുകൊണ്ട് നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ നിൽക്കുന്നവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കിക്കൊണ്ടവർ അവിടെ നിന്ന് പോയപ്പോൾ തളർച്ചയോടെ അടുത്തുള്ള ചെയറിലേക്കിരുന്നു. കുറച്ച് സമയം അങ്ങനെ ഇരുന്നെങ്കിലും തലേന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും നേരം വെളുത്ത് ഇത്ര സമയമായിട്ടും ഒന്നും കഴിക്കാത്തതിൻ്റെയും എല്ലാം കൂടി വിശപ്പ് തോന്നിയപ്പോൾ എന്തെങ്കിലും കഴിക്കാതെ വീഴുന്നൊരവസ്ഥ വന്നതും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയവൾ 2 ബ്രെഡ് കൂടെ എടുത്ത് കഴിച്ചു. വയറ്റിലേക്ക് എന്തെങ്കിലും ചെന്നപ്പോൾ തന്നെ അവൾക്ക് ഒരു ജീവൻ വന്ന പോലെയായി. ശേഷം തന്നെ കൊണ്ടാകും പോലെ എന്തൊക്കെയോ വെച്ചുണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് അടുക്കളപ്പണികൾ തീർത്തു. അന്നത്തെ ദിവസം വെച്ച ഭക്ഷണത്തിനൊക്കെ സെക്കീന കുറ്റം പറഞ്ഞു കൊണ്ടേയിരുന്നെങ്കിലും ഷാനി അതിനൊന്നും ചെവി കൊടുക്കാൻ നിന്നില്ല. ആ അവശതയിലും പണികളൊക്കെ ചെയ്ത് തീർത്ത് വിശപ്പടങ്ങാനുള്ളതും കഴിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ചെന്ന് കിടന്നു. അല്ലെങ്കിൽ അടുത്ത കാരണങ്ങൾ ഉണ്ടാക്കി അവർ അവളെ കൊല്ലാക്കൊല ചെയ്യുമെന്ന് അറിയാമായിരുന്നു. എല്ലാം കൊണ്ടും തകർന്നൊരവസ്ഥയിൽ അവരുമായി എതിർത്ത് നിൽക്കാൻ പോലും അവൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും വയ്യെന്ന് പറഞ്ഞിട്ടും മകൻ്റെ ഉപദ്രവത്തിൻ്റെ അടയാളം ശരീരത്തിൽ കണ്ടിട്ടും അതൊന്നും കാര്യമാക്കാതെ അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന അവരോട് ഇനി എന്തു പറയാനാണ്? മരിക്കാൻ കിടന്നാൽ പോലും അവയുടെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും കിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായി.
കിടന്ന കിടപ്പിൽ ഓരോ ചിന്തകളിൽ മുഴുകുമ്പോഴും അവളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയായിരുന്നു. ഈ നരക ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കുമെന്നറിയാതെ. ദിവസങ്ങൾ അങ്ങനെ പോകുന്തോറും ഷാനിയുടെ ജീവിതം കൂടുതൽ കൂടുതൽ നരകതുല്യമായി കൊണ്ടിരുന്നു. സക്കീനയുടെ നാവ് കൊണ്ടുള്ള ഉപദ്രവം കൂടാതെ സമദിൻ്റെ ഭാഗത്ത് നിന്ന് ശരീരത്തിനും ഉപദ്രവം കിട്ടിത്തുടങ്ങി. എല്ലാം അവൾ ഏറ്റുവാങ്ങി. തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരോടുള്ള വാശി തീർക്കാൻ അവൾ സ്വയം വേദനിച്ചു തുടങ്ങി. ആരെയും ഒന്നും അറിയിച്ചില്ല. വീട്ടിലേക്ക് പോകുന്നതും അവൾ സ്വയം നിർത്തി. 1-2 തവണ ഉമ്മ വന്നപ്പോൾ പോലും അവരോട് സാധാരണ പോലെ പെരുമാറി. എന്നാൽ അവളുടെ അപ്പോഴത്തെ ക്ഷീണിച്ച അവസ്ഥയും മറ്റും കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ സംശയം തോന്നി. അവളോട് കുറേ ചോദിച്ചെങ്കിലും ഷാനി ഒന്നും പറഞ്ഞില്ല. ആരെയും ഒന്നും അറിയിക്കില്ലെന്നുള്ളത് അവളുടെ ഉറച്ച തീരുമാനമായിരുന്നു. സമദും സക്കീനയും എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഷാനിയുടെ ഭാഗത്തു നിന്നും പൈസ കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ബാക്കി സ്വർണം കൂടി ഊരി വാങ്ങിക്കൊണ്ടുപോയി. എന്തൊക്കെ ചെയ്താലും അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കില്ലെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ മറ്റൊന്നും അവൾ കാര്യമാക്കിയതേയില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഉപ്പ ഷംസു നാട്ടിലേക്ക് വരുന്ന ദിവസം ഷാനിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞെങ്കിലും അവൾ അത് നിരസിച്ചു. ഉമ്മയും ഉപ്പയും ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ഷാനി സമ്മതിച്ചില്ല. അവളെ ഇനിയും നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയതുകൊണ്ടും അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഷാനിയെ വീട്ടിലേക്ക് നിർബന്ധിച്ചിട്ടായാലും കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഉമ്മയും ഉപ്പയും കൂടെ തീരുമാനിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഷാനിക്ക് ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. കുടിച്ചു വന്ന സമദിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ ക്രൂരമായി തുടങ്ങി. അവളുടെ അവസ്ഥയും മോശമായി തുടങ്ങി. പലപ്പോഴും പട്ടിണിക്കിടലും വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യിക്കലുമായി പരമാവധി അവളെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. എല്ലാത്തിനും പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സക്കീനയും കൂടെ കൂടി. എല്ലാം കൊണ്ടും തളർന്നു പോയവൾ ഇനിയും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തപ്പോൾ എല്ലാത്തിനെയും വെറുത്തുപോയി. സ്വയം മരിക്കാൻ പോലും ഭയന്നിരുന്നവൾ എങ്ങനെയെങ്കിലും ഈ ജന്മം അവസാനിപ്പിക്കണമെന്ന് പോലും ചിന്തിച്ചു തുടങ്ങി. ഒരാഴ്ചയിൽ അനുഭവിക്കാനുള്ളതൊക്കെ ആ പാവം ഈ സമയം കൊണ്ട് അനുഭവിച്ചു തീർത്തിരിക്കുന്നു. പതിവിലും കൂടുതൽ ക്ഷീണവും തളർച്ചയും കാരണം ബെഡിൽ കിടന്ന പാടെ മയക്കത്തിലായ സമയം ആണ് കരുത്തുറ്റ ശരീരം അവളിലേക്ക് വന്നമരുന്നത്. ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ അവൾ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷക്കായി കുതറിമാറി. എനിക്ക് വയ്യ, പോ, എനിക്ക് വയ്യ. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഒരപേക്ഷ പോലെ മുറിഞ്ഞു പോകുന്ന വാക്കുകളോടെ അവൾ പറഞ്ഞതോടൊപ്പം അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും കൈ വീശി മുഖത്തിനടി കിട്ടിയതും ഒരുമിച്ചായിരുന്നു. അടങ്ങിക്കിടക്കടി. അവൾക്ക് നേരെ ചീറിക്കൊണ്ട് അവളെ ബെഡിലേക്ക് അമർത്തിക്കിടത്തി അവൻ അവൻ്റെ ക്രൂര പ്രവൃത്തി തുടങ്ങി. കിട്ടിയ അടിയിൽ അവൾ കൂടുതൽ തളർന്നു പോയി. ഒരു തേങ്ങലല്ലാതെ മറ്റൊന്നും അവളിൽ നിന്നും ഉയർന്നില്ല. എല്ലാം കഴിഞ്ഞ് അവൻ ഉറക്കം പിടിച്ചതും ഷാനി കിടന്നിടത്ത് നിന്ന് കഷ്ടപ്പെട്ട് എണീറ്റ് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നു. എൻ്റെ റബ്ബേ, എനിക്ക് വയ്യല്ലോ. തൊണ്ടയിൽ നിന്നും ഒരു ഗദ്ഗതം പുറത്തേക്ക് വന്നതോടൊപ്പം ശബ്ദമില്ലാതെ അവൾ തേങ്ങി. കുറച്ചു നേരം ആ ഇരിപ്പ് തുടർന്നുകൊണ്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ കണ്ണും മുഖവുമൊക്കെ അമർത്തി തുടച്ചു. തണലാകാൻ പോലും ഒരാളില്ലാതെ ദൈവത്തിന് പോലും വേണ്ടാത്ത ഈ ജന്മം ഇനിയും ജീവിച്ചു തീർക്കേണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. തൂക്കിയിട്ട കയറിൻ്റെ ഒരറ്റം കഴുത്തിൽ കെട്ടി കെട്ടുമിറുക്കി കട്ടിലിനിടയിലെ ചെയർ തട്ടിയെറിഞ്ഞതോടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളിക്കൊണ്ട് ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു തുടങ്ങി. നാവ് കൂട്ടിക്കടിച്ച് രക്തം പൊടിഞ്ഞു. കൈകാലുകളിട്ട് പിടഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തെ പിടിച്ചിലുകൾക്ക് ശേഷം പതിയെ പതിയെ അനക്കം നിലച്ചു തുടങ്ങി. കണ്ണുകൾ രണ്ടും അടഞ്ഞു. അവസാന ശ്വാസം നിലച്ചുകൊണ്ടവൾ ആ കയറിൽ തൂങ്ങിയാടിയ നേരം മോളെ, ഒരലർച്ചയോടെ ഉമ്മ ഹാജു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റു. അവരുടെ അലർച്ച കേട്ടുകൊണ്ടാണ് അടുത്തു കിടന്ന ഉപ്പ ഷംസുവും പിടഞ്ഞു എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നത് എണീറ്റിരുന്ന് നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിക്കുന്ന ഹാജറയാണ്. എന്ത് പറ്റി ഹാജു? നിനക്ക് വയ്യേ? നെഞ്ച് വേദനിക്കുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? അവരുടെ അവസ്ഥ കണ്ട് വെപ്രാളത്തോടെ ഉപ്പ ഷംസു ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇക്ക നമ്മുടെ മോള് ശ്വാസം കിട്ടാത്ത പോലെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവരുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്താ ആജുദേ, വല്ല ദുസ്വപ്നം കണ്ടതാണോ? ഷംസു ഒരു സംശയത്തോടെ ചോദിച്ചപ്പോൾ അതി എന്നപ്പോൾ തലയാട്ടി. പേടിക്കണ്ട, സമാധാനമായിട്ട് ഇരിക്കുക, ഒന്നുമില്ല, അത് സ്വപ്നമല്ലേ. ഈ ആദി വെള്ളം കുടിക്ക്. അവരെ സമാധാനിപ്പിക്കുന്നതോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തുകൊണ്ട് ഷംസു പറഞ്ഞു.
ഹാജി ആ വെള്ളം മുഴുവനായി കുടിച്ചു. അവരൊന്ന് ഓക്കെ ആവട്ടെ എന്ന് കരുതി ഷംസു അടുത്ത് സമാധാനത്തോടെ ഇരുന്നു. ഇനി പറയ്, എന്താ പറ്റി? എന്ത് സ്വപ്നം കണ്ടായി ഇങ്ങനെ പേടിച്ചത്? ഷംസു അവരുടെ പുറത്തൊരു ആശ്വാസം പോലെ തട്ടിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഹാജി കണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു നിർത്തുമ്പോൾ കരഞ്ഞു പോയിരുന്നു. എന്താ ഹാജു ഇതൊക്കെ? ഒരു സ്വപ്നം കണ്ടതിനാണോ ഇങ്ങനെ കരയണത്? അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മോളിപ്പോൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. ഈ അവളെക്കുറിച്ച് ഉറങ്ങും വരെ ഓരോ സംശയങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ലേ ഉറങ്ങിയത്? അതൊക്കെ ചിന്തിച്ച് കിടന്നിട്ടാണ് ഇങ്ങനെ ഓരോ സ്വപ്നം കാണുന്നത്. അല്ലാതെ ഒന്നുമില്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ നേരം വൈകിയത് കൊണ്ടാ. അല്ലെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ മോളെയും വിളിച്ചു വരായിരുന്നു. ഷംസു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിൽ ഏറെ വൈകിയാണ് അദ്ദേഹം എത്തിയത്. നാളെ ഷാനിയെ കാണാനും ഒപ്പം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പോകണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഷംസു വന്നത് മുതൽ ഷാനിയുടെ മാറ്റങ്ങൾ ഹാജു അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവൾ ആരെയും അറിയിക്കാത്തതാണെന്നുമൊക്കെ അവർക്ക് സംശയമുണ്ടെന്നും പറഞ്ഞപ്പോൾ നാളെ തന്നെ അവളെ വിളിച്ചു കൊണ്ടുവരാം, എന്നിട്ട് എന്താണെങ്കിലും ചോദിച്ചറിയാമെന്നൊക്കെ തീരുമാനിച്ചാണ് അവർ ഉറങ്ങാനായി കിടന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ മോളെ ഒന്ന് വിളിച്ചോ കൈക്ക, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. എൻ്റെ കുട്ടിനെ കാത്തോളണേ റബ്ബേ. മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. ഒന്ന് വിളിച്ചു നോക്കട്ടെ? ഹാജു സമാധാനമില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ ഹാജു ഈ പറയണത്? ഇപ്പോൾ സമയം നോക്ക്, 2 മണി കഴിഞ്ഞു. ഈ സമയത്ത് മോള് നല്ല ഉറക്കത്തിലാവും. ഇപ്പോൾ വിളിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവൂലേ? ഓനും ഉണ്ടാവൂലേ? ഈ എന്താ ഈ നേരത്തെ വിളിച്ചതെന്ന് അറിഞ്ഞാൽ അവനെന്തെങ്കിലും വിചാരിച്ചാലോ? എനിക്ക് ഓരോന്നും തോന്നുന്നതാ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു വിവരമെങ്കിലും നമുക്ക് കിട്ടാതിരിക്കോ? ഈ ഇപ്പോൾ സമാധാനത്തിൽ കിടന്നുറങ്ങി. നമുക്ക് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോവാം. അവളെ നേരിൽ കണ്ടാൽ എൻ്റെ പ്രശ്നമൊക്കെ തീരും. എന്നാൽ നമുക്ക് നേരത്തെ തന്നെ പോവാം. ഇക്ക കിടന്നുറങ്ങിക്കോ. യാത്രാക്ഷീണം ഉള്ളതല്ലേ? എനിക്കിനി കിടന്നാലും ഉറങ്ങാൻ പറ്റൂല. പഠിച്ചോനെ, നേരം പെട്ടെന്നൊന്ന് വെളുത്തിരുന്നെങ്കിൽ. നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ടാജോ? ഈ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇരുന്ന് നേരം വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കിടന്നോ, കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കോളും. ഉറക്കം വെച്ച് വെറുതെ ഓരോ അസുഖം വരുത്തി വെക്കേണ്ട. ഷംസ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവർ പിന്നൊന്നും പറയാതെ കിടന്നു. എന്നാൽ സമയം എത്രയൊക്കെ നീങ്ങിയിട്ടും ഹാജുവിന് ഉറക്കം വന്നതേയില്ല. മനസ്സിൽ മൊത്തം ഷാനിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. നേരം വെളുക്കും വരെ തൻ്റെ കുട്ടിയെ കാത്തോളണേ എന്നവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് ഷാനി കണ്ണുകൾ തുറന്നത്. ആകപ്പാടെ മൂടിക്കെട്ടിയ ഒരവസ്ഥ, കാഴ്ച മങ്ങുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി. താനിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ശരിക്കും താൻ മരിച്ചോ, രക്ഷപ്പെട്ടോ എന്നൊക്കെ ചിന്തിച്ചവൾ കണ്ണൊക്കെ അമർത്തി തുടച്ചു. കാഴ്ച വ്യക്തമാക്കിയപ്പോഴാണ് കിടക്കുന്നത് തങ്ങളുടെ റൂമിലെ തറയിലാണെന്ന് അറിയുന്നത്. മരിക്കാനൊക്കെ ചിന്തിച്ച് ബെഡിൽ നിന്നും ഇറങ്ങി 2 അടി വെക്കുമ്പോഴേക്കും തല കറങ്ങി വീഴുന്നത് വരെയുള്ള കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇപ്പോഴും ആ തറയിൽ ആ കിടപ്പ് തന്നെയാണ്. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. മരിക്കാൻ പോലും ഭാഗ്യമില്ലാത്തൊരു ജന്മമല്ലോ റബ്ബേ എൻ്റെ. അത് ചിന്തിക്കുന്നതോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതേസമയം തന്നെ വയറ്റിൽ നിന്നും എന്തൊക്കെയോ ഉരുണ്ടുകൂടും പോലെയൊക്കെ തോന്നിയതും അത് ഛർദിയിലേക്ക് എത്തിത്തുടങ്ങിയതും നിലത്ത് നിന്ന് എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി എണീറ്റവൾ ബാത്റൂമിലേക്ക് കയറിയതോടെ ഛർദിക്കുകയും ചെയ്തു. വയറ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെറും വെള്ളം മാത്രമാണ് പുറത്തേക്ക് പോയത്. അതും കൂടിയായതും അവൾ കൂടുതൽ അവശയായി. തലേന്ന് രാത്രി കിട്ടിയ അടിയുടെയും ഉപദ്രവത്തിൻ്റെയും വേദന, അവൻ്റെ കീഴടക്കളിൽ ഉണ്ടായ വേദനയും എല്ലാം കൂടി അവൾ തളർത്തി. തലയിലൂടെ വെള്ളമൊഴിച്ച് കുളിച്ചിറങ്ങിയാൽ ഒരു ഉണർവ് കിട്ടുമെന്ന് തോന്നി പറ്റാവുന്നത് പോലെ കുളിച്ചിറങ്ങിയെങ്കിലും ക്ഷീണം വിട്ട് മാറുന്നേ ഇല്ലായിരുന്നു. അവൾക്ക് തല ചുറ്റി കറങ്ങുന്നത് പോലെ തോന്നി. ഒരു താങ്ങിനെന്ന പോലെ ചുമരിൽ പിടിച്ച് പതിയെയാണ് അവൾ മുന്നോട്ട് നടന്നത്. ഓരോ അടി വെക്കുമ്പോഴും വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാഴ്ചയെ മറിച്ചുകൊണ്ടിരിക്കെ മുഖം ഒപ്പം തുടച്ചുകൊണ്ടവൾ മുന്നോട്ടുള്ള ചുവടുകൾ വെച്ചു. ചെയറിൻ്റെ ആദ്യ 2 പടികൾ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു അകത്തേക്ക് വരുന്ന തൻ്റെ ഉമ്മയാനെയും ഉപ്പയെയും. അവർക്ക് പിന്നാലെ തെളിച്ചമില്ലാത്ത മുഖവുമായി സക്കീനയും ഉണ്ട്. ഉമ്മയും ഉപ്പയും കണ്ടതും വേദനയിൽ നിറഞ്ഞൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. ഉപ്പ ഉപ്പ അവരെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ട് 3ാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും കാഴ്ച മറയുന്നതോടൊപ്പം തല ഒന്നാകെ കറങ്ങി അവൾ നിലത്തേക്ക് വീണിരുന്നു. എന്നാൽ ഉപ്പ എന്ന് മുഴുമിപ്പിക്കാതെയുള്ള വിളി കേട്ടുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിച്ച ഉമ്മയും ഉപ്പയും സ്റ്റെപ്പിലൂടെ ഉരുണ്ട് നിലത്തേക്ക് വീഴുന്ന തങ്ങളുടെ മകളെയാണ് കാണുന്നത്. കൺമുന്നിൽ കണ്ട കാഴ്ചയിൽ ആ മാതാപിതാക്കളുടെ ഹൃദയം
സ്തംഭിച്ചു പോയി. എൻ്റെ എൻ്റെ മോളെ! ഷംസ് മുന്നോട്ട് കുതിച്ചതും ആജു ഒരലർച്ചയോടെ പിന്നാലെ ഓടി. എന്നാൽ സക്കീന ഒരടി അനങ്ങാനാവാതെ മരവിച്ച് നിൽക്കുകയായിരുന്നു. സ്റ്റെപ്പിലൂടെ ഉരുണ്ടുകൊണ്ട് ഉപ്പയുടെ കാൽക്കലിലേക്കാണ് ഷാനി വന്നു വീണത്. നിലത്തേക്കിരുന്നവളെ ഉപ്പ വാരിയെടുത്തുകൊണ്ട് മടിയിലേക്ക് കിടത്തി കരഞ്ഞുകൊണ്ട് തട്ടി വിളിക്കാൻ തുടങ്ങി. തലയുടെ പിന്നിൽ വെച്ച് കയ്യിൽ നിന്ന് നനവ് തോന്നിയതും കട്ടിയുള്ള ചോര കൊണ്ട് നിറഞ്ഞിരുന്നു. ഒപ്പം കാലിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ടതും ഉമ്മ ആർത്തലിച്ച് കരയാൻ തുടങ്ങി. കണ്ണ് തുറക്കും മോളെ, ഷാനി, എൻ്റെ പൊന്നു മോളെ. ഷംസുവും ഹാജറയും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവളെ മാറി മാറി വിളിച്ചു. ഇവരുടെയൊക്കെ ബഹളം കേട്ടുകൊണ്ടാണ് സമദ് പുറത്തേക്ക് വരുന്നത്. മുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ കാഴ്ചകളാണ്. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഷാനിയെയും ആർത്ത് കരയുന്ന അവളുടെ ഉമ്മയും ഉപ്പയും ഒക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവനും ഒരു നിമിഷം നെട്ടിധരിച്ചപ്പോൾ നിന്നു. പെട്ടെന്ന് സ്വബോധം വന്നതും ഒരു കുതിപ്പോടെ അവൻ താഴേക്കോടി. എന്താ എന്താ പറ്റി? നോക്കി നിൽക്കാതെ വണ്ടി എടുക്കടാ. അടുത്തേക്ക് ചെന്നുകൊണ്ട് വെപ്രാളത്തോടെ ചോദിക്കുന്നവനെ തീ പാറുന്ന നോട്ടത്തോടെ നോക്കിക്കൊണ്ട് ഷംസ് ചീറിയതും അവയുടെ പുതിയ ഭാവമാറ്റത്തിൽ അവന് ഭയം തോന്നി. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയൊരു ഷർട്ട് എടുത്ത് ചാവിയും എടുത്തവൻ കാർ തിരിച്ചിടുമ്പോഴേക്കും ഷാനിയെ വാരിയെടുത്തുകൊണ്ട് ഷംസ് എത്തിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാജു ഡോർ തുറന്നു കൊടുത്ത് അതിലേക്ക് കയറിയിരുന്നപ്പോൾ ഷംസ് അവളുടെ തലഭാഗം അവരുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഒപ്പം അദ്ദേഹവും കയറിയിരുന്നതോടെ വണ്ടി മുന്നോട്ട് കുതിച്ചു. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സക്കീന പുറത്തു പോയി വന്ന അനീഫയും ശില പോലെ നിന്നതേയുള്ളൂ. അപ്പോഴും സക്കീനയുടെ ഉള്ളിൽ ഇനി വരാനിരിക്കുന്ന വിപത്തുകൾ എന്താകുമെന്നോർത്തുള്ള ചെറിയ ഭയം നിറഞ്ഞിരുന്നു. റോഡിലൂടെ ചീറിപ്പാഞ്ഞുന്ന വണ്ടികൾക്കിടയിൽ സമദിൻ്റെ കാറും പാഞ്ഞുകൊണ്ടേയിരുന്നു. വെപ്രാളം കൊണ്ടവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ ഉറക്കുന്നില്ലായിരുന്നു. 1-2 തവണ പാളിച്ചകൾ വന്നെങ്കിലും പരമാവധി ശ്രദ്ധയോടെ അവൻ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ ഓർത്ത് ഒരു ഭയം അവനിൽ കൂടിക്കൊണ്ടേയിരുന്നു. മോളെ മോളെ ഉമ്മാൻ്റെ പൊന്ന്, കണ്ണ് തുറക്കടാ മോളെ, കണ്ണ് തുറക്ക്. എൻ്റെ റബ്ബേ, എൻ്റെ കുഞ്ഞിൻ്റെ ആപത്തും വരുത്തല്ലേ. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്ന് വിളിച്ചു നോക്കാന്ന്. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ. എൻ്റെ മോളുടെ മുഖം കണ്ടോ, 5 വിരലും പതിഞ്ഞു കിടക്കുക. എനിക്കിതൊന്നും കാണാൻ വയ്യല്ലോ എൻ്റെ റബ്ബേ. എൻ്റെ കുഞ്ഞ് എത്ര തവണ പറഞ്ഞാൽ എന്നോട് അങ്ങോട്ട് പോലെന്ന്. ഞാൻ പറഞ്ഞു വിട്ടതല്ലേ. ഇങ്ങനൊരു കാഴ്ച കാണാനാണല്ലോ റബ്ബേ എനിക്കത് ചെയ്യാൻ തോന്നിയത്. ഹാജറ വാവിട്ട് കരയുന്നതോടൊപ്പം ഓരോന്നും പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഷംസുവിനെ അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ മകളുടെ കിടപ്പ് അത്രത്തോളം ആ ഉപ്പയുടെ ഹൃദയം തകർത്തിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കത്തുന്ന നോട്ടത്തോടെ സമതിലേക്ക് ചെന്നു. സ്റ്റെപ്പിൽ നിന്ന് വീണ ഷാനിയെ വാരിയെടുത്തപ്പോൾ തന്നെ അവളുടെ മുഖത്ത് അടി കൊണ്ട പാട് കണ്ടതാണ്. പക്ഷെ ഒന്ന് ചോദിക്കാനോ പറയാനോ നിൽക്കാനുള്ള സമയമില്ല. ആദ്യം തൻ്റെ മോളുടെ ജീവൻ തിരിച്ചു പിടിക്കണം, ശേഷം വേണ്ടത് ചെയ്യണം. തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, തിരുത്താനുള്ള അവസരം നീ നൽകണയല്ല. മൗനമായി ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ഫോണെടുത്ത് ഖാലിദിനെ വിളിച്ച് ഷാനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരാനും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പറയാൻ നിൽക്കാതെ ഫോൺ വെച്ചു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമദിന് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമേറി. അതിൻ്റെ കൂടെ തൻ്റെ നേർക്ക് വരുന്ന ഷംസുവിൻ്റെ തീക്ഷ്ണമായ നോട്ടവും. ഇന്നലെ ഷാനിയെ അടിക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ ഉള്ളാലെ ശപിച്ചു. അവളുടെ മുഖത്തുള്ള അടി കൊണ്ട പാടാണ് അവൻ്റെ നേർക്ക് പ്രശ്നമായത്. അല്ലെങ്കിൽ ഇതൊരു സ്വാഭാവികമായ രീതിയിലൊരു വീഴ്ചയായി മാറിയിരുന്നു എന്നവൻ ചിന്തിച്ചു. ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വണ്ടി വന്ന് നിന്നപ്പോഴാണ് സമദിൻ്റെ ശ്വാസം നേരെയായത്. അപ്പോഴേക്കും ഷംസു പിടഞ്ഞിറങ്ങുന്നതും ഷാനിയെ എടുക്കുന്നതും സ്റ്റാഫുകൾ ഓടി വന്ന് അവളെ സ്ട്രക്ചറിലേക്ക് കിടത്തുന്നതും കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ നോക്കി. പെട്ടെന്ന് ഇറങ്ങാനോ അവർക്കൊപ്പം ചെല്ലാനോ കഴിയാതെ അങ്ങനെ ഇരുന്നതേയുള്ളൂ. കാർ പാർക്കിംഗ് ചെയ്ത് അവൻ കാഷ്വാലിറ്റിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഷാനിയെ ICUവിലേക്ക് മാറ്റിയിരുന്നു. ICUവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഉമ്മ ഹാജറ നിൽക്കുന്നുണ്ട്. ഷംസ് ഓരോ കാര്യങ്ങൾക്കും നെട്ടോട്ടം ഓടുന്നുണ്ട്. സമദ് ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു. ഡോക്ടർ, ഞങ്ങളെ മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് സമയത്തിന് ശേഷം ICUവിൽ നിന്ന് പുറത്തേക്ക് വന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഷംസു അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഒപ്പം ഹാജറയും. ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. കുട്ടിക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഞങ്ങളെ മെയിൻ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ വന്ന് നോക്കിയിട്ട് ഇവരും പറയും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ.
ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ഓക്കെ? ആ ഡ്യൂട്ടി ഡോക്ടർ പെട്ടെന്ന് അത്രമാത്രം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഹാജിവിൻ്റെ കരച്ചിൽ വീണ്ടും ഉച്ചത്തിലായി. ഡോക്ടേഴ്സും സിസ്റ്റർമാരുമൊക്കെ ICUവിലേക്ക് തിരക്കിട്ട് കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ഒരു തളർച്ചയോടെ അവർ നോക്കി നിന്നു. ഷംസുവിൻ്റെ നോട്ടം പെട്ടെന്ന് സമതിലേക്ക് ചെന്നതും അയാൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഡാ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കൊന്നു കളയുന്നായേ നിന്നെ. അങ്ങേയറ്റം ദേഷ്യത്തോടെ അവനെ നോക്കി പറയുമ്പോഴും അയാളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സമത അയാളെ പിടിച്ചു മാറ്റാൻ പോലും കഴിയാതെ അങ്ങനെ നിന്നതേയുള്ളൂ. വിവരം പറഞ്ഞ് അങ്ങോട്ട് വന്ന ഖാലിദും ജാഫറും എല്ലാവരും കാണുന്നത് സമതിൻ്റെ കോളറിനെ പിടിച്ചു നിൽക്കുന്ന ഷംസുവിനെയാണ്. ഡാ ഷംസു, എന്താ ഇത്? ഈ എന്തായി കാണിക്കണത്? അവനെ വിട്, എന്താണ് പ്രശ്നം? ഷാൻ ഇവിടെ, എന്താ മോൾക്ക് പറ്റി? ഖാലിദും ജാഫറും ഓടി വന്ന് ഷംസുവിനെ പിടിച്ചു മാറ്റുന്നതോടൊപ്പം ചോദിച്ചു. ഇക്കാക്ക എൻ്റെ മോള്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. തളർച്ചയോടെ വീയാൻ പോയ ഷംസുവിനെ താങ്ങിപ്പിടിച്ച് അവർ അടുത്തുള്ള ചെയറിലേക്ക് ഇരുത്തി. സമത് പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ നിന്നും നടന്നു നീങ്ങി അവരെല്ലാവരും വിവരം പറയുന്നതിന് മുന്നേയായി ഇവിടുന്ന് മാറണമെന്നവൻ തീരുമാനിച്ചു. പുറത്തേക്കിറങ്ങിയവൻ കാറിൽ കയറി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.